ഹായ്, ഫ്രെയിം ഫോക്കസ് എൻ്റർടൈൻമെൻറ്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ലാലേട്ടൻ അഭിനയിച്ച സാക്ഷാൽ മുരുകൻ്റെ നാമത്തിലുള്ള 4 സിനിമകളെക്കുറിച്ചാണ് പറയുന്നത്. മുരുകൻ്റെ പേരിൽ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ആ വർഷങ്ങളിലെ ഏറ്റവും വലിയ വിജയങ്ങളായിരുന്നു. ചിലപ്പോൾ അതൊരു ദൈവാനുഗ്രഹം തന്നെയാകാം. ആദ്യമായി 2001 രഞ്ജിത്ത് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ദേവാസുരത്തിൻ്റെ 2ാം ഭാഗമായ രാവണപ്രഭുവാണ്. അതിലാണ് മുരുകൻ്റെ പേരായ കാർത്തികേയനായി മോഹൻലാൽ ഡബിൾ റോളിൽ അഭിനയിച്ച് തകർത്ത് സൂപ്പർ ഹിറ്റാക്കിയത്. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മകൻ മംഗലശ്ശേരി കാർത്തികേയൻ. 2001 ഒരുമിച്ച് റിലീസായ രാക്ഷസ രാജാവിനെ തകർത്തുകൊണ്ട് ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ ചിത്രം രാവണപ്രഭു നേടി. ഏകദേശം 19 കോടിക്ക് മുകളിലായിരുന്നു ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ആൻ്റണി പെരുമ്പാവൂരായിരുന്നു നിർമ്മാതാവ്. രണ്ടാമത്തെ ചിത്രം 2005 പുറത്തിറങ്ങിയ രഞ്ജൻ പ്രമോദ് തിരക്കഥയൊരുക്കി ജോഷി സംവിധാനം ചെയ്ത മറ്റൊരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ നരനായിരുന്നു ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ്. ഇതിൽ മോഹൻലാലിൻ്റെ പേര് മുരുകൻ്റെ തന്നെ മറ്റൊരു നാമമായ വേലായുധനായിരുന്നു. മുള്ളംകൊല്ലി വേലായുധൻ. ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 3.5 കോടിക്ക് മുകളിലായിരുന്നു. ആശീർവാദ് തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം. നരൻ ആ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി പടമായി മാറി. 22 കോടിക്ക് മുകളിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. നരനിലെ വേൽമുരുക എന്ന പാട്ട് ഇപ്പോഴും ഏതൊരു ഉത്സവ സമയത്തും നമ്പർ 1 ട്രെൻഡിങ് ആയി തന്നെ മുരുകൻ മുന്നിലുണ്ടാവും. ഈ ഒരു സോങ് വേൽമുരുക എന്ന സോങ്. മൂന്നാമതായി മുളകുപാടം ടോമിച്ച് നിർമ്മിച്ച കേരളത്തിൻ്റെ ഓൾ ടൈം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ കേരളത്തിലെ ആദ്യത്തെ 100 കോടി 150 കോടി ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ വൈശാഖ് സംവിധാനം ചെയ്ത ഉദയകൃഷ്ണയുടെ രചനയിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ. അതിൽ മുരുകൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ ആക്ഷനും സെൻറ്റിമെൻസുമായി നിറഞ്ഞാടിയ 2016. എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയ്ക്കും ക്രൗഡ് പുള്ളറായി മോഹൻലാൽ തൻ്റെ ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിയ വർഷമായി 2016 മാറി. അങ്ങനെ സാക്ഷാൽ ശ്രീ മുരുകനായി ലോകമെമ്പാടും നിറഞ്ഞാടി. നാലാമതായി മറ്റൊരു അവതാരമായി തനി നാടൻ കഥാപാത്രമായി തരുൺ മൂർത്തിയുടെ 3ാമത്തെ സിനിമ രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച് ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും മൂവിയിലെ ഷൺമുഖൻ എന്ന കഥാപാത്രമായി ക്ലാസും മാസുമായി മോഹൻലാൽ അവിസ്മരണീയമായി അഭിനയിച്ച കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ്. 10 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ 160 കോടിക്ക് മുകളിൽ നേടിക്കൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്. 2025 എമ്പുരാനെ തകർക്കുമെന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് ഷൺമുഖനും പിള്ളരും കാഴ്ചവെക്കുന്നത്. അപ്പോൾ മുരുകൻ്റെ അവതാരനാമങ്ങളെല്ലാം തിയേറ്ററുകളിൽ വൻ വിജയമാണ്. അപ്പോൾ ഇനി മുരുക കഥാപാത്രങ്ങൾ ഇനിയും തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാ ലാലേട്ടൻ ഫാൻസും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.